ഇടപ്പള്ളി ക്ഷീരവികസന യൂണിറ്റിന്റെയും പുതുവൈപ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക സമ്പർക്ക പരിപാടിയും ക്ഷീര കർഷക ക്ഷേമനിധി അംഗത്വ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. ഇളങ്കുന്നുപുഴ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിത സനിൽ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ, നിങ്ങളെ കാണാനും എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാം. ഞങ്ങളുടെയൊക്കെ കാലാവധി ഇനിയൊരു മാസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വരുന്ന ഒരു പദ്ധതി, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ക്ഷീരകർഷകർക്ക് ചെയ്യാവുന്ന പദ്ധതികൾ, ഏറ്റെടുക്കാൻ പറ്റുന്ന പദ്ധതികൾ പഞ്ചായത്തായിക്കോട്ടെ, ബ്ലോക്കായിക്കോട്ടെ, ജില്ലയായിക്കോട്ടെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് അറിയിക്കുകയാണ്. ഇളങ്കുന്നുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KM സിനോജ് കുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ജമാൽ, മെമ്പർമാരായ സോഫിയ ജോയ്, ആലിസ് സെബാസ്റ്റ്യൻ, ഇൻസെൻഷ്യ ലെസ്ലി, PK ബാബു, OK താരാഭായ്, ഷൈലി, അജീഷ്, ശ്രീദേവി എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയാണ്. അതിന് പ്രകാരം മാഡം പറഞ്ഞു വിളിച്ച് കർഷകർക്ക് എല്ലാവർക്കും വന്നിരുന്ന് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതറിയാം. പശുക്കളെ വളർത്തുന്ന അവർക്ക് സമയപരിധിയുണ്ട്. എന്നാലും പരമാവധി യോഗങ്ങളിലെല്ലാവരും പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പല പ്രാവശ്യം പഞ്ചായത്ത് അധികാരികളോടും ബ്ലോക്ക് അധികാരികളോടും ആവശ്യപ്പെടാറുണ്ട്. നമുക്ക് ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് നമ്മുടെ ഡയറി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ മാസം 10,000 രൂപ വേണം. 1,20,000 രൂപ നമ്മൾ മാസം വേണം വാടക മാറും. കർഷകർക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കെട്ടിടം നമ്മൾ 10 ലക്ഷം രൂപ കയ്യിൽ മുടക്കി ക്ഷീരകർഷകരുടെ 5 ലക്ഷവും പൊതുഫണ്ടിൽ നിന്നും 2 ലക്ഷവും കൊടുത്താണ് ഈ കെട്ടിടങ്ങൾ പുറത്തിറക്കുന്നത്. ക്ഷീരകർഷകർക്ക് മാത്രം 5 ലക്ഷം രൂപ ഫണ്ടുണ്ട്. അവർക്കൊരു സഹായ ഫണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സ്വരൂപിച്ച് എല്ലാ കർഷകരെയും പിരിവെടുത്ത് നടത്തിയ ഒരു ഫണ്ടായിരുന്നു. അതിപ്പോൾ കെട്ടിടം വന്നു. എന്നാലും സ്ഥലവാടക അതിന് മാത്രം 4,000 രൂപ സ്ഥലവാടക കൊടുക്കുന്നു. നേരത്തെ ഈ ലക്ഷ്യത്തിൽ വന്നേക്കുമ്പോൾ 20,000 രൂപ മാസം കൊടുത്തതിന് വെച്ചാൽ നമ്മൾ ശുദ്ധവളമാണ് 10,000 രൂപ കൊടുത്താൽ മതി. ക്ഷീരവികസന വകുപ്പ് വിവിധ ഏജൻസികൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ, ക്ഷീര കർഷക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഇടപ്പള്ളി ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ KS ബിന്ദുജ ക്ലാസ് നയിച്ചു.